വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിമാനത്തിന്റെ സീനിയർ പൈലറ്റ് സംശയനിഴലിലെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ. ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റ് സുമിത് സബർവാൾ ആണ് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ ഉള്ളത്. ഏകപക്ഷീയ റിപ്പോർട്ടെന്നായിരുന്നു ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെയും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും പ്രതികരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും വിനീത വി ജി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, എന്തൊക്കെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണൽ ഇത്തരമൊരു ലേഖനം നൽകുന്നത്? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മധു? ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്, വിനീത. കഴിഞ്ഞ മാസം തകർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ വാൾ സ്ട്രീറ്റ് ഇതിന്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വാൾ സ്ട്രീറ്റ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപകട സമയത്ത് വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് ഖണ്ടർ ആയിരുന്നു. ക്യാപ്റ്റനും അതുപോലെ മുതിർന്ന പൈലറ്റുമായ സുമിത് സബർവാൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നിരീക്ഷിച്ചിരിക്കുകയായിരുന്നാണ് വാൾ സ്ട്രീറ്റിൽ പറയുന്നത്. ബ്ലാക്ക് ബോക്സിലെ ശബ്ദ സന്ദേശങ്ങൾ അനുസരിച്ച് ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്ക് പോകുന്ന ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവെന്നാണ് ചില സോഴ്സുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണവും സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന ആ സോഴ്സുകൾ ഉപയോഗിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഉയർന്ന ഉടനെ ഇത് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ക്ലൈവ് എന്തിനാണ് ഇത് ചെയ്തതെന്ന് സുമിത്തിനോട് ചോദിച്ചിരുന്നു. വിമാനം പറത്തിയ പൈലറ്റിന്, അതായത് ക്ലൈവിന്, ആദ്യം ഒരു അത്ഭുതവും തുടർന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടാവുകയും ഒക്കെ ചെയ്തെങ്കിലും തന്റെ സീറ്റിൽ വളരെ ശാന്തനായിട്ട് ഇരിക്കുകയായിരുന്നു സുമിത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന പ്രാഥമിക റിപ്പോർട്ടിൽ അതേസമയം ഏത് പൈലറ്റ് ആരോട് എന്ത് പറഞ്ഞു എന്നതിന് ഒരു വ്യക്തതയില്ലായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും പറഞ്ഞിരുന്നത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനീ സ്വിച്ചുകൾ മൂവ് ചെയ്തു എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി 2 ഫ്യൂൽ സ്വിച്ചും സുമിത് സബർവാൾ ഓഫ് ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് പഴയ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതായിട്ടും പറയുന്നു. ഇതിൽ ക്രിമിനൽ അന്വേഷണം വേണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ US ഉദ്യോഗസ്ഥർ വാൾ സ്ട്രീറ്റിനോട് പറയുന്നത്. അമേരിക്കൻ മണ്ണിലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഒരു സമാന്തരമായി FBI അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെന്നും ഇവർ പറയുന്നു. അതേസമയം എയർ ഇന്ത്യയുടെ CEO ക്യാമ്പൽ വിൽസൺ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിച്ചിരിക്കുന്നത്, ഇത് വളരെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫോ ഒരു മുൻവിധിയോടുകൂടി സംസാരിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത്തരം അന്വേഷണങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ വാൾ സ്ട്രീറ്റ് ജേണൽ തന്നെ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായിട്ടും അതുപോലെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുമായിട്ടും ഒക്കെ ഒരു പ്രതികരണത്തിനായി സമീപിച്ചെങ്കിലും ഒരു ഏകപക്ഷീയമായ ഒരു അന്വേഷണത്തിന് പ്രതികരിക്കാനില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത്. സ്മിത, ഉന്മേഷ്. മധു, ഇതിൽ മറ്റൊരു കാര്യം, ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നമുക്കറിയാം പൈലറ്റുമാരുടെ സംസാരം അത് വന്നു എന്ന് പറയുമ്പോൾ തന്നെ പൈലറ്റുമാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് പൈലറ്റിലേക്ക് മാത്രം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അതങ്ങനെയല്ല. ബോയിങ്ങിന്റെ, അതായത് എയർക്രാഫ്റ്റിന് ഇതിനു മുൻപും പലവട്ടം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അപാകതകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട്. എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ഫ്ലോ തടയുന്നതിനുള്ള സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ട്. അത് കൂടുതൽ സാങ്കേതിക തികവ് വേണം എന്നുള്ള അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ വേണം അന്വേഷണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ആവശ്യം പൈലറ്റുമാരുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചിരുന്നു അവർ. ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഗുരുതരമായ വിവരങ്ങളാണ്. പക്ഷെ ഇപ്പോഴും വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്, അല്ലേ? സ്മിത, അമേരിക്കയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബോയിങ് പല കാര്യങ്ങളും സംശയത്തിന്റെ മുന്നിലാണ്. പല പ്രാവശ്യം US കോൺഗ്രസിന് മുന്നിൽ അതുപോലെ സെനറ്റ് കമ്മീഷന് മുമ്പിലുമൊക്കെ ബോയിങ് ഉദ്യോഗസ്ഥർക്ക് വരേണ്ടി വന്നു. തന്നെയല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ടേമിൽ ബോയിങ്ങിന്റെ തന്നെ വിമാനങ്ങൾ നിലത്തിറക്കുവാനുള്ള ഓർഡറുകൾ നൽകുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ബോയിങ് ഒരു സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ഈ ഒരു അട്ടിമറി ഉണ്ടോ ഇല്ലയോ എന്നുള്ള US ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്മിത.
തുടരുക. വിനീത വീജി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കൻ മാധ്യമത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതിന് ഏത് തരത്തിലായിരിക്കും രാജ്യത്ത് ചർച്ചയാകുക? കാരണം ഇതിൻ്റെ ഒരു ഏകപക്ഷീയ സ്വഭാവം എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുമല്ലോ. പ്രത്യേകിച്ച് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയാണ്, അവിടെ നിന്നുള്ളൊരു മാധ്യമത്തിൽ വരുന്ന റിപ്പോർട്ടാണ്. സ്വാഭാവികമായും അത്തരത്തിൽ കൂടി ഇത് ചർച്ചകളെ സ്വാധീനിക്കുമോ വിനീത? ഉറപ്പായും ഉന്മേഷ് അങ്ങനെ തന്നെയാണ്. കാരണം ഈ അപകടം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്നും അതിനുശേഷം പിന്നീട് ഈ പൈലറ്റുമാർ പരസ്പരം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തിനാണ് ഈ സ്വിച്ച് എങ്ങനെയാണ് ഓഫായതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഇത് ഓഫാക്കിയിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു അപകടമാണ്. കാരണം ഏതാണ്ട് ഈ സ്വിച്ചുകൾ ഓഫായിരിക്കുന്നത് കാണുന്നു, തൊട്ടടുത്ത നിമിഷം തന്നെ ഇത് അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ആ പ്രാഥമിക റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. വിയോജിപ്പുമായി പൈലറ്റുമാരുടെ സംഘടനയടക്കം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ശബ്ദം മാത്രം വെച്ചുകൊണ്ട് ഈ പൈലറ്റുമാരാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചതെന്നുള്ള തരത്തിലേക്ക് ഉള്ള ചില ആരോപണങ്ങൾ ഉയരുന്നു. അത് പൈലറ്റ്മാരുടെ സംഘടനയൊക്കെ വലിയ രീതിയിൽ അതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇത് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വ്യോമയാന മന്ത്രി അടക്കം ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വരുന്നത്. ഈ സ്വിച്ചുകൾ എങ്ങനെയാണ് ഓഫായതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തണമെന്നൊക്കെയാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന വിവരങ്ങൾ. അത്തരത്തിലേക്കുള്ള ആവശ്യങ്ങളും ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അതിപ്പോൾ പറയുന്ന ഈ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുന്ന തരത്തിൽ തന്നെയാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം ഏത് പൈലറ്റാണ് ഇത് ഓഫാക്കിയതെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരുന്നു. ഉറപ്പായും ഈ വിഷയം പൈലറ്റുമാരുടെ സംഘടനയും വ്യോമയാന മന്ത്രാലയവും അടക്കം ഇത് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ കമ്പനിക്ക് പോയത്, അന്വേഷണ ഏജൻസിക്ക് പോയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രാഷ്ട്രീയമായൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മളുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് അതിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ അത് ഓൺ ചെയ്തുവെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫാകുകയും തിരിച്ചത് പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വിമാനം പൂർണ്ണമായും ഒരു തകർന്നു വീഴുകയും ചെയ്തു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിധിയിലേക്ക് വരാമെന്നുള്ളതായിരുന്നു വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് ഉറപ്പായും വലിയ രീതിയിലേക്കുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് തന്നെയാണ്. ഉന്മേഷ്. ശരി, വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട്. വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും ഷഹദ് റഹ്മാനും നിതിൻ അംബുജൻ എറണാകുളത്തു നിന്നും നമുക്കൊപ്പം ചേരുന്നു. സലീം മാലിക്കിലേക്കാണ് ആദ്യം. സലീം, വടക്കൻ കേരളത്തിൽ വ്യാപക മഴയുണ്ട്, അതോടൊപ്പം തന്നെ മഴക്കെടുതികളുണ്ട്. എന്തൊക്കെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? സലീം, ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തുടനീളം വ്യാപക മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല നിലവിൽ ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നത്. അതിന് സമാനമായ മഴയാണ് പെയ്തത്. ഇന്നും സമാനമായി വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് മഴ മുന്നറിയിപ്പ് പ്രകാരം ലഭിക്കുന്നത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം എറണാകുളം വരെയുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളില്ല. പക്ഷേ ആലപ്പുഴയിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഈ ജില്ലകളുടെ കണക്ക്. പക്ഷേ ഈ കണക്ക് ഇന്ന് രാവിലെ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നതോടുകൂടി ഈ കണക്ക് മാറും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല വടക്കൻ ജില്ലകളിൽ പലയിടത്തും റെഡ് അലർട്ടിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഏറ്റവും പുതുക്കിയ മഴ
മുന്നറിയിപ്പ് വന്നത്. അതിലായിരുന്നു ഏറ്റവും ഒടുവിലായിരുന്നു കണ്ണൂരിലും കാസർഗോഡും ഇന്നലെ റെഡ് അലർട്ട് നൽകിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നും സമാനമായ ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടി മഴ മുന്നറിയിപ്പ് മാറുമെന്നും അതിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുമെന്നുമാണ് നിലവിൽ പറയപ്പെടുന്നത്. മാത്രമല്ല ഈ മാസം 20 വരെ അതിശക്തമായ മഴ തുടരും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളത്. അതിന്റെ ഭാഗമായി ഈ മാസം 19 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് കാരണം 2 ന്യൂനമർദ്ദങ്ങളാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതൊന്ന് രാജസ്ഥാന് മുകളിലുള്ള ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ്. ഒപ്പം തന്നെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും അതിശക്തമായ, അത് പടിഞ്ഞാറൻ ബീഹാറിനും കിഴക്കൻ ഉത്തർപ്രദേശിനും മുകളിലായാണ് ആ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത്. ഈ 2 ന്യൂനമർദ്ദങ്ങളും ഒന്നിച്ചാണ് കേരളത്തിൽ ശക്തമായ കാലവർഷത്തിന് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഇത് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. മാത്രമല്ല മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ലോല മേഖലകളിലും ഉൾപ്പെടെ ഉള്ളിടത്ത് വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഉന്മേഷ്, സ്മിത. സലിമാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അവിടെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയുണ്ടോ രാവിലെ മുതൽ? സ്മിത, ഇപ്പോൾ മഴ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ രാത്രി അതിശക്തമായ രീതിയിലാണ് മഴ പെയ്ത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തി പ്രാപിച്ചത്. ഈ പുൽപ്പള്ളി, മുള്ളംകൊല്ലി എന്നീ പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ശക്തമായ രീതിയിലുള്ള മഴ പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പല റോഡുകളും ഇടറോഡുകളും എല്ലാം തന്നെ വെള്ളക്കെട്ടിലാകുന്നൊരവസ്ഥ ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു ശമനം ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഊര് പൈതൃക കേന്ദ്രത്തിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിത പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശന വിലക്ക് ഇന്നുണ്ട്. കാരണം ശക്തമായ മഴയിൽ പുന്നപ്പുഴയിൽ ഒരുപക്ഷെ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിലേക്കുള്ള അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ച് കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. എന്തായാലും മഴയുടെ ഒരു തോത് വയനാട്ടിൽ കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ആശ്വാസകരമാണ്. ഇനി വരും മണിക്കൂറുകൾ എങ്ങനെയാണ് സ്ഥിതി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരുപക്ഷെ പലയിടത്തും വെള്ളം കയറാൻ ഉൾപ്പെടെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നിലവിലിപ്പോൾ മഴയില്ലാത്ത സാഹചര്യമാണുള്ളത്. സ്മിത. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. അതിന് മുൻപ് ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജ് BJP നേതാവിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്നലെ കേസെടുക്കാം എന്ന്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി, PC ജോർജിനെതിരെ കേസ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് മഴ സാഹചര്യം? ഷഹദ്. ഉന്മേഷ, കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ കാര്യമായിട്ട് മഴ ജില്ലയിലില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഏകദേശം ഒരു 1 മണി വരെയൊക്കെ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ മഴയില്ല. മാത്രമല്ല ചില ഇടങ്ങളിൽ, അതായത് ഇന്നലെ രാത്രി പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ തുടർന്ന് ചിലയിടങ്ങളിലൊക്കെ വെള്ളം കയറി, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് കുറ്റ്യാടി ചുരത്തിൽ 10-ാം വളവിൽ ഈ മണ്ണടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇത് വഴിയുള്ള ഗതാഗതം അത് ശ്രദ്ധയോടുകൂടി അത്യാവശ്യക്കാർ മാത്രം പോകണം എന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം സമാനമായ ഇത് തന്നെയാണ് താമരശ്ശേരി ചുരത്തിലും ഉള്ളത്. അതായത് അത്യാവശ്യമുള്ള ആളുകൾ മാത്രം അതുവഴി പോകണം, അല്ലാത്ത ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയ വാഹനങ്ങൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഉച്ചയോട് കൂടി പെയ്ത മഴയിൽ മരുതോങ്കര വില്ലേജിൽ 16 കുടുംബങ്ങളിലായി 49 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് മഴയില്ല, കാര്യമായിട്ട് വെള്ളമില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ ചിലപ്പം അവർ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് റെഡ് അലേർട്ട് എന്നായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. എന്നാൽ പിന്നീട് അത് മാറി ഓറഞ്ച് അലേർട്ട് ആവുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാര്യമായിട്ട് മഴയില്ല. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും, അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
ഷാഹിദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി എറണാകുളത്ത് നിന്ന് നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, ഇന്നലെ പകലും രാത്രിയിലും തുടർച്ചയായ മഴയുണ്ടായിരുന്നു എറണാകുളത്തിന്റെ പല ഭാഗങ്ങളിലായി. ഇപ്പോൾ രാവിലത്തെ ഒരു സാഹചര്യം എന്താണ്? സ്മിത, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായ മഴയാണ് എറണാകുളം ജില്ലയിൽ ലഭിച്ചത്. നിലവിലിപ്പോൾ നഗരത്തിൽ അല്പം മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഉൾപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. കോതമംഗലം, പിറവം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. അങ്കമാലിയിലും സമാനമായി തന്നെ അതിശക്തമായ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ നിമിഷം ഇപ്പോൾ എന്തായാലും നഗരത്തിൽ മഴ മാറി നിൽക്കുന്നു. അതേസമയം തന്നെ എറണാകുളം വിട്ടുള്ള ഉൾപ്രദേശങ്ങളിൽ ശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ ചില നാശനഷ്ടങ്ങൾ ഇന്നലത്തെ ശക്തമായ കാറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. 2 പേർക്ക് പരിക്കേറ്റു. ഇന്നിപ്പോൾ ചിറ്റേത്തകരയിൽ മതിലിടിഞ്ഞു വീണ് ഒരു കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ നിലയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയുടെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നഗരത്തിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. അതേസമയം തന്നെ ഉൾപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും ലഭിക്കുന്നത്. കൂടാതെ ഇനിയുള്ള അടുത്ത മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. യെസ്, വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ മഴ മുന്നറിയിപ്പുകളെക്കുറിച്ചും അവിടുത്തെ മഴ സാഹചര്യങ്ങളെക്കുറിച്ചും പറയുകയായിരുന്നു. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും മദ്രസകൾക്കുമാണ് അവധി. അമേരിക്കയിലെ അലാസ്കയിൽ ഭൂചലനം എന്ന വാർത്ത വരുന്നു. 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണുണ്ടായത്. ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. മധു, ഈ സുനാമി മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെള്ളപ്പൊക്കമോ മറ്റോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? സ്മിത, ഉന്മേഷ്, ഈ സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അലാസ്കയില് നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ 7.3 തീവ്രത ആയിരുന്നു ആ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരുന്നത്. പ്രാദേശിക സമയം ഏതാണ്ട് 12:30 കൂടിയായിരുന്നു ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. ഏതാണ്ട് 12 മൈല് ചുറ്റളവിൽ ഈ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സുനാമി മുന്നറിയിപ്പ് ആദ്യം US ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നൽകിയത്. പിന്നീടാണ് അല്പസമയം മുമ്പ് ഇത് റദ്ദാക്കിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് വന്നതിനെ തുടർന്ന് ധാരാളം പേരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉയർന്ന സ്ഥലങ്ങളിലെ സാൻറ്റ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ അവിടെ നിന്ന് ഒരു 54 മൈലോളം തെക്ക് ഭാഗത്തായിട്ടായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. സ്മിത, ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഡൽഹിയിൽ AIP സർക്കാർ കൊണ്ടുവന്ന ജയ് ഭീം പരിശീലന പദ്ധതിയിൽ വൻ അഴിമതി നടന്നുവെന്ന് BJP. അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. പ്രതിപക്ഷ നേതാക്കളെ ഉന്നമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് ആം ആദ്മി പാർട്ടി. ശിവസേന ഉദ്ധവ് വിഭാഗത്തെ NDAയിലേക്ക് ക്ഷണിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. താക്കറെ വിഭാഗവുമായി BJP അനുനയ നീക്കങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ക്ഷണം. സൈബർ തട്ടിപ്പ് കേസുകളിൽ രാജ്യവ്യാപക റെയ്ഡുമായി CBI. 7 സംസ്ഥാനങ്ങളിൽ പരിശോധന. മൊബൈൽ ഫോണുകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. ഗായകൻ രാഹുൽ ഫാസിൽ പുരിയ്ക്ക് നേരെയുണ്ടായ വധശ്രമ കേസിൽ ഒരാൾ പിടിയിലായത് ഹരിയാന സോനിപത്ത് സ്വദേശി വിശാൽ. മറ്റു പ്രതികൾ ഒളിവിൽ. കർണാടക ദേവനഹള്ളിയിലെ 1777 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനം പിൻവലിച്ച് സിദ്ധരാമയ്യ സർക്കാർ. നടപടി പ്രതിഷേധം ശക്തമായതോടെ വ്യാവസായിക ആവശ്യങ്ങൾക്കായാണ് സർക്കാർ നേരത്തെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. വയനാട്ടിൽ 2 പുതിയ അണക്കെട്ടുകൾക്ക് DPR തയ്യാറാക്കാൻ ഭരണാനുമതിയായി. പുൽപ്പള്ളി, കടവാൻതോട്, ഇടവകത്തൊണ്ടാർ ജലസേചന പദ്ധതികളുടെ വിശദ പദ്ധതിരേഖ തയ്യാറാക്കാനാണ് ജലവിഭവ വകുപ്പിൽ നിന്ന് 2,34 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. കടമാൻതോട് പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തുണ്ട്. DPR തയ്യാറാക്കാനുള്ള ഭരണാനുമതി ലഭിച്ചതോടെ ഒരിടവേളയ്ക്ക് ശേഷം സജീവ ചർച്ചയാവുകയാണ് പുൽപ്പള്ളി കടമാൻതോട് അണക്കെട്ട് പദ്ധതി. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. കടമാൻതോട് പദ്ധതി പുൽപ്പള്ളിയുടെ ഒരു മേഖലയെ മുക്കിക്കളയുമെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിഷേധം. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ പദ്ധതി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇനി വയനാട് ഒരു ജലബോംബായി മാറാൻ പോവുകയാണ്. അതിന് ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണെങ്കിൽ അതിന് ഏത് വില കൊടുത്തും എന്ത്
ഏത് തരത്തിലും ഞങ്ങൾ സമരത്തിലൂടെ അതിനെ ചെറുത്തു തോൽപ്പിക്കും. ജില്ലയിലെ കാരാപ്പുഴ ബാണാസുര സാഗർ അണക്കെട്ടുകൾ ഇത്ര കാലമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും പിന്നെ എന്തിനാണ് പുതിയ അണക്കെട്ടുകളെന്നും വാദം. ഈ വയനാട്ടിൽ 2 ഡാമുകളുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇനിയൊരു ഡാമും കൂടെ പുൽപ്പള്ളി, വയനാടിൻ്റെ കേന്ദ്രത്തിൽ പുൽപ്പള്ളിയിലൊരു ഡാം വരിക എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശമാണെന്ന് മനസ്സിലാവുന്നില്ല. ഗവൺമെൻറ് സർക്കാരിന് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ സർക്കാർ ഇത് മുന്നോട്ട് വെക്കണേന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മുള്ളൻകൊല്ലി പുൽപ്പള്ളി മേഖലയുടെ വരൾച്ചയെ പ്രതിരോധിക്കാൻ പദ്ധതി കൊണ്ട് സാധ്യമാകുമെന്ന് മറുവാദം. ഏറ്റവും കഠിനമായ വരൾച്ച ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ കാർഷിക മേഖല. വെള്ളലഭ്യതയില്ലാതെ ഒരു കാർഷിക മേഖല മുന്നോട്ട് അഭിവൃദ്ധിപ്പെടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എതിർപ്പുകളുടെ കാരണങ്ങൾ അന്വേഷിച്ച് അത് സമയബന്ധിതമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് ആ പദ്ധതി ഗുണകരമായ രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ ഭരണസമിതികളുടെ കാലഘട്ടത്തിൽ എടുക്കാൻ സാധിക്കുന്നത്. കാവേരി നദീജല തർക്ക ട്രിബ്യൂണൽ വിധിയനുസരിച്ചുള്ള ജലസംഭരണത്തിന് പദ്ധതി അനിവാര്യമെന്നും അഭിപ്രായം. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകൾ വരൾച്ചയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ജലസംരക്ഷണത്തിനും എല്ലാത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ഈ പദ്ധതി അനിവാര്യമാണ്. പ്രാദേശിക സമ്മർദ്ദം മൂലം പദ്ധതി മരവിപ്പിച്ചുവെന്ന പ്രചാരണത്തിനിടെയാണ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള തുക അനുവദിച്ചിരിക്കുന്നത്. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികമാണ് നാളെ. KPCCയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് 2ാം ചരമവാർഷികം ആചരിക്കുന്നത്. 2ാം ചരമവാർഷിക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിയും എത്തും. ജനകീയ നേതാവിന്റെ ഓർമ്മ ദിവസം വീണ്ടും എത്തുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും വിപുലമാക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. രാവിലെ പുതുപ്പള്ളിപ്പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയോട് ചേർന്നൊരുക്കുന്ന പന്തലിൽ അനുസ്മരണ സമ്മേളനം നടക്കും. രാഹുൽ ഗാന്ധി ഇത്തവണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നേരിട്ടെത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തും. KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാന വ്യാപകമായി വിപുലമായ പരിപാടികളോടുകൂടിയാണ് KPCC ഇത്തവണ ആചരിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആദരണീയനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും അടക്കമുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ രാഹുൽ ഗാന്ധി നിർവഹിക്കും. മറ്റ് സാമൂഹിക സേവന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും നടക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 50ഓളം വീടുകൾ കേരളത്തിൽ ഒട്ടുക്ക് വെക്കുന്നുണ്ട്, കന്യാകുമാരി ഉൾപ്പെടെ. ആ 50 വീടുകളിൽ ആദ്യത്തെ ഘട്ടമായി നൽകുന്ന 12 വീടുകൾ കൈമാറുന്ന ദിവസം കൂടിയാണ് ഈ 12 വീട്ടുകാർക്ക്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ തുടക്കം തൊട്ട് നടന്നൊരു കാര്യമാണ്. ആദ്യത്തെ ടർഫ് കൂരോപ്പടയിൽ പൂർത്തിയാക്കി. 2ാമത്തെ ഒരു ടർഫിൽ വർക്കിന്റെ ആരംഭം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും തിരക്കും കണക്കിലെടുത്ത് പുതുപ്പള്ളിയിൽ പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും നാളെ ഉണ്ടാകും. 24 കോട്ടയം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് മോർണിംഗ് ന്യൂസ് ഇനി പോകുന്നത്. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ലാൽകൃഷ്ണൻ? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തൊടുപുഴ കോടതി PC ജോർജിനെതിരെ വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കണം എന്ന നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ജൂൺ 25-ാം തീയതി ആണ് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട തൊടുപുഴയിൽ HRDS സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയത്. അത് വളരെ വിവാദമാവുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PC ജോർജ് നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്ന സമയത്ത് ഈരാറ്റുപേട്ടയിൽ ഒരു വിഭാഗം മുസ്ലിമുകൾ ഇന്ത്യയുടെ വിക്കറ്റ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ചെയ്യുന്നവരാണ്. പുതിയൊരു തലമുറ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ തന്നെ മറ്റ് ഇതര മതസ്ഥരെ ഈ രാജ്യത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കില്ലാത്ത ആൾക്കാരാണ്. ഇതെല്ലാം മുസ്ലിം സമുദായം പരിശോധിക്കണം എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ വാക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴ പോലീസിൽ നിരവധി പരാതികൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അനീഷ് കാട്ടാക്കട കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ ഇതിൽ നിയമോപദേശം നൽകുകയും പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ കേസെടുക്കാം, സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും വിഭാഗീയത ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നീ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കാം എന്ന റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്
തൊടുപുഴ പോലീസിനോട് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടത്. പോലീസ് നിലവിലെടുത്തിരിക്കുന്ന കേസ് തന്നെ ഈ വിവരങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രശ്നത്തിലൂടെ സമൂഹത്തിലെ വിവിധ മതങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്താനും ചേരിതിരിവുണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം നടത്തിയെന്നുള്ളതാണ്. കേസ് ഒന്നാം പ്രതിയാണ് PC ജോർജ്. രണ്ടാം പ്രതിയായിട്ട് HRDSന്റെ സെക്രട്ടറി ആയിട്ടുള്ള അജി കൃഷ്ണനെയും ചേർത്തിട്ടുണ്ട്. ശരി, ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഊർജിതം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ യമൻ സൂഫി പണ്ഡിതരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വീണ്ടും നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതിയുള്ള യമനിൽ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് അനുനയ നീക്കം. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ വഴിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നും, വിനീത VG ഡൽഹിയിൽ നിന്നും. ഷഹദിലേക്കാണ് ആദ്യം. ഷഹദ്, ഇപ്പോൾ ഏത് തലങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് ഷഹദ്? ഉന്മേഷ സ്മിത, ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ശുഭസൂചനകളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം യമൻ പൗരന്റെ കുടുംബത്തിലെ ഒരു വിഭാഗം ഈ നടന്ന ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മർക്കസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഇവിടെ മർക്കസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ടീമിനെ തന്നെ നിയോഗിച്ചാണ് അവിടെയുള്ള ചർച്ചകൾ ക്രോഡീകരിക്കുന്നത്. അവിടെയുള്ള സൂഫി പണ്ഡിതരോട് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇതിന്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, ഏതെല്ലാം തരത്തിലുള്ള ആർഗ്യുമെന്റുകളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്, എങ്ങനെയാണ് അവരെ ഇനി അനുനയിപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർദ്ദേശം നൽകുകയും ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്നും ബ്ലഡ് മണി നൽകണമെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നൽകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ കുടുംബത്തെയും അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്ക് അവിടെ നേതൃത്വം നൽകുന്ന ആളുകളെയും ഇവിടെ നിന്നും അറിയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം വളരെ സങ്കീർണമാണ്, മാത്രമല്ല അതീവ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയവുമാണ്. അതുകൊണ്ട് ചർച്ചകൾ പലതരത്തിൽ പല തട്ടുകളിലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു പൂർണ്ണ വിവരങ്ങൾ എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും മർക്കസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് അതിന്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആ കുടുംബവുമായിട്ട് പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും അതുപോലെ തന്നെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിപ്പിക്കുവാനുമുള്ള ശ്രമമാണ് എന്തായാലും നടക്കുന്നത്. ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു ശുഭവാർത്ത ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മളേവരും. ഷഹദ്, ഇപ്പോൾ ഈ നിലവിൽ നമ്മുടെ മുൻപിലുള്ള വിവരങ്ങൾ ഈ വധശിക്ഷ അത് മാറ്റിവെച്ചു എന്നുള്ളതാണല്ലോ. ഇനിയും അത് ഒഴിവാക്കണം, അതിൽ ഒരു മോചനം അതാവശ്യമുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെ എത്തുമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഈ അതിലേക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്നാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഈ കാന്തപുരം ഉൾപ്പെടെ ഇപ്പോൾ വിചാരിക്കുന്നത്? കാരണം ഈ യമൻ പൗരന്റെ സഹോദരന്റെ പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണല്ലോ, നമ്മുടെ മുൻപിലുമുണ്ടല്ലോ ഷഹദ്. ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയാണ്. കാരണം യമൻ പൗരന്റെ കുടുംബത്തിലെ ഒരു വിഭാഗം ഈ മതപണ്ഡിതർ പറയുന്ന കാര്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഈ യമൻ പൗരന്റെ സഹോദരൻ അദ്ദേഹമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അദ്ദേഹം അതായത് ദൈവത്തിന് വിട്ടു നൽകണം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിച്ചാൽ മാത്രമേ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ ഈസിയിൽ അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ അത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല അവിടെ ഈ യമൻ പൗരന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോലും ഇത്തരത്തിൽ താഴെ പോയി കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ കമന്റുകൾ ഇടുന്നുണ്ട്, കൂടാതെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതുൾപ്പെടെ അവിടെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ ആക്ഷൻ കമ്മിറ്റിയുമായി സംസാരിക്കുന്ന ഘട്ടത്തിലും ഒപ്പം തന്നെ മർക്കസിലെ മറ്റാളുകളുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വധശിക്ഷ ഒഴിവാക്കുവാൻ വേണ്ടി അവർ മാപ്പ് നൽകാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഇത്തരത്തിൽ ബ്ലഡ് മണി നൽകണമോ അത് എത്രയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അതായത് ഇന്നലെയായിരുന്നു ആക്ഷൻ കമ്മിറ്റി കാന്തപുരവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപും അത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി മർക്കസിലെത്തുകയും അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മർക്കസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കാരണം ഇതിന്റെ വിശദാംശങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഇവരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആക്ഷൻ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആർക്കും തന്നെ ഈ കുടുംബത്തെ ബന്ധപ്പെട്ട്
ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബന്ധപ്പെടാൻ സാധിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഴി, അവിടെയുള്ള സൂഫി പണ്ഡിതർ വഴി, അവിടെയുള്ള മത നേതാക്കളും അതുപോലെ തന്നെ പണ്ഡിതരും ഉൾപ്പെടുന്ന സഭയാണ് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചർച്ചകൾ ഇനിയുള്ള മണിക്കൂറുകളിലും തുടരും. അതിൽ ഏതെങ്കിലും തരത്തിലൊരു ശുഭസൂചന ഉണ്ടെങ്കിൽ ആ വാർത്ത നമുക്ക് ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മേവരും പ്രതീക്ഷിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഒപ്പം ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ വിഷയത്തിൽ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിൽ ഈ നയതന്ത്ര ബന്ധങ്ങൾ ശക്തമായ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെ ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വധശിക്ഷ മാറ്റിവെക്കുന്നു ആ ഒരു വിവരം വന്നപ്പോൾ മുതൽ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇനിയുള്ള നടപടികൾ ഏത് രീതിയിലാകും? നമുക്ക് ഇടപെടാനുള്ള ഒരു പരിമിതി എത്രത്തോളം ഉണ്ടെങ്കിൽ പോലും? സ്മിത, ുള്ള ഇടപെടലിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരിമിതി എന്നുള്ളത് നയതന്ത്ര ബന്ധം ഇന്ത്യയും യമനും തമ്മിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക തലത്തിലുള്ള ഇടപെടലുകൾ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്. യമനിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തതും യമനിലേക്ക് പണം കൈമാറ്റം ചെയ്യാൻ കഴിയാത്തതുമായ സാഹചര്യം നിലവിൽ ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തലത്തിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് അപ്പുറം അനൌദ്യോഗികമായ ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. നയതന്ത്ര ബന്ധം സാധ്യമാകാത്തതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് കേന്ദ്രത്തിന് ഇടപെടാൻ. എങ്കിൽ പോലും നമ്മൾ കണ്ടതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ എല്ലാവരും തന്നെ ഇതിലൊരു രാഷ്ട്രീയ വ്യത്യസ്തതകളോ ഭിന്നതകളോ ഒന്നും തന്നെ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൽറാം വീണ്ടും തുടരുന്നുണ്ട് നമുക്കൊപ്പം. ബൽറാം പറഞ്ഞു വന്നത് ഈ നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ സാധ്യമല്ല, പക്ഷേ വ്യക്തികൾ ഇടപെടുന്നുണ്ട്, സംഘടനകൾ ഇടപെടുന്നുണ്ട്. ആ രീതിയിൽ വളരെ പ്രതീക്ഷ നൽകുന്ന വിവരമാണ് ഈ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ മറ്റ് നടപടികൾ ഏതെങ്കിലും ഉണ്ടോ? അതേക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ? സ്മിത, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ യമനുമായുള്ള നയതന്ത്ര ഇടപെടലിനുള്ള പരിമിതികൾ വ്യക്തമാക്കിയതോടൊപ്പം തന്നെ അനൗപചാരികമായ ഇടപെടലുകൾ ഈ വിഷയത്തിലുണ്ട് എന്ന് അറിയിച്ചിരുന്നു. അത് ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരുമായി സംസാരിക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്ന് അറിയിച്ചു. ഒപ്പം തന്നെയാണ് പ്രോസിക്യൂട്ടർക്ക് കത്തയച്ച കാര്യവും മറ്റ് തലങ്ങളിലുള്ള അനൗദ്യോഗികമായ ശ്രമങ്ങളും നടക്കുന്നു. ഈ നയതന്ത്ര അത് ഔദ്യോഗിക നയതന്ത്ര ബന്ധമല്ലാത്തത് കൊണ്ട് തന്നെ അത് പങ്കുവയ്ക്കാൻ, പുറത്തു പറയാൻ പരിമിതികളുണ്ട് എന്ന് ആണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഇത് ഈ വിഷയത്തിലേറെ നിർണായകമാണ്. നേരിട്ട് നയതന്ത്ര ബന്ധം സാധ്യമല്ലാത്തതിനാൽ തന്നെ പലപ്പോഴും ഈ വിദേശകാര്യ മന്ത്രാലയത്തിന് വേണ്ടി യമൻ പൗരന്മാരായ ആളുകളെ തന്നെ ഈ ചർച്ചകൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിലും 2 യമൻ പൗരന്മാർ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച്, അഭ്യർത്ഥന അനുസരിച്ച് ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ചർച്ചകൾ, ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നാളെ കേസ് സുപ്രീം കോടതി വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപായി സർക്കാരിനോട് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ആ സ്ഥിതിവിവര റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചേക്കും. എങ്കിലും ആ റിപ്പോർട്ടിൽ പോലും ഇത്തരം ഇടപെടലുകൾ, അനൗപചാരികമായി നടത്തുന്ന ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിവരം അത് പരസ്യപ്പെടുത്താതിരിക്കാനുള്ള ഒരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അനൗപചാരികമായ ചർച്ചകൾ രഹസ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ആവശ്യമായ ഇടപെടലുകൾ, നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിലും അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഷഹദ് റഹ്മാൻ അറിയിക്കുന്നു 18.3 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നതെന്ന് ഷഹദ് റഹ്മാൻ അറിയിക്കുന്നു. മറ്റൊരു വാർത്ത ചെങ്കടലിലെ കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ഹൂതി വിമതർ ബന്ദിയാക്കിയവരിൽ മലയാളിയുമെന്ന സംശയം എന്ന് അശ്വിൻ പാലാഴി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ നിർത്തി. മെഡിക്കൽ ഓഫീസർ ആരോഗ്യ വകുപ്പിന്റെ പരിശീലനത്തിന് പോയതിനെ തുടർന്നാണ് അപ്രതീക്ഷിത അടച്ചുപൂട്ടൽ എന്നാണ് വിശദീകരണം.
6 ദിവസമായി IP അടഞ്ഞു കിടക്കുന്നതിനാൽ വലിയ പ്രതിസന്ധിയിലാണ് നിർധനരായ രോഗികൾ. കഴിഞ്ഞ 10-ാം തീയതിയാണ് കിടത്തി ചികിത്സ നിർത്തിവെക്കുന്നുവെന്ന് സൂചിപ്പിച്ച് മെഡിക്കൽ ഓഫീസർ DMOയ്ക്ക് കത്ത് നൽകിയത്. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലെന്ന വിശദീകരണം. 11-ാം തീയതി വൈകിട്ട് ആശുപത്രി പൂട്ടി പരിശീലനത്തിനായി മെഡിക്കൽ ഓഫീസർ പോവുകയും ചെയ്തു. പിന്നീട് ജനപ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ഇടപെട്ടതോടെ 14-ാം തീയതിയാണ് ആശുപത്രി തുറന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരോടും പാവപ്പെട്ട രോഗികളുടെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറും DMOയും കാണുന്നത്. ഇത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. ജീവനക്കാരില്ല, ഡോക്ടർമാരില്ല, യാതൊരു സംവിധാനമില്ല എന്നാണ് ഇവർ അറിയിക്കുന്നത്. ഇവിടെ ആകെ കൂടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും PG ഡോക്ടർമാർ വന്ന് കുറച്ച് ആളുകളെ പരിശോധിക്കുന്നു, അവർ പോകുന്നു. അല്ലാതെ യാതൊരുവിധ സംവിധാനങ്ങളും ഈ ആശുപത്രിയിലില്ല. പരിശീലനം കഴിഞ്ഞ് 21-ന് മെഡിക്കൽ ഓഫീസർ മടങ്ങിയെത്തിയതിനു ശേഷമേ കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയുള്ളൂ. രാത്രിയിൽ അത്യാവശ്യക്കാർ 30 കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളിലോ പോകേണ്ട ഗതികേടിലാണ്. ആശുപത്രിയിലെ ആംബുലൻസും കട്ടപ്പുറത്തായിട്ട് മാസങ്ങളായി. 24 ഇടുക്കി. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്നാണ്. 65-ലധികം ആനകൾ ആനയൂട്ടിന്റെ ഭാഗമാകും. 70,000-ലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്കായി ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അന്നദാനവും ക്ഷേത്രത്തിലുണ്ടാകും. ആനയൂട്ടിന് 9 തരം പഴവർഗ്ഗങ്ങളും 200 കിലോയോളം അരിയുടെ ചോറും ഉൾപ്പെടെ തയ്യാറാക്കുന്നുണ്ട്. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, എല്ലാ കാലത്തും ഈ ആനയൂട്ട് വളരെ കൗതുകം പകരുന്ന ഒന്നാണ്. ഒപ്പം തന്നെ ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. ആയുർവേദ ചികിത്സകൾ നമ്മൾ മനുഷ്യരെല്ലാവരും തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ ആനയൂട്ടും തുടങ്ങുന്നു. തീർച്ചയായും. അതായത് മനുഷ്യരെല്ലാവരും തന്നെ ഈ കർക്കിടകാലത്ത് ഈ ആയുർവേദ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ ഈ ആനകൾക്കും ചികിത്സ നൽകുകയാണ്. തൃശ്ശൂരിൽ എല്ലാ വർഷവും ഉള്ളതാണ്. പതിവ് തെറ്റാതെ ഇക്കുറിയും വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നു. അതോടൊപ്പം തന്നെ വടക്കുംനാഥന്റെ ഭാഗമായുള്ള ആനകൾക്കെല്ലാം തന്നെ സുഖചികിത്സ ആരംഭിക്കും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആകട്ടെ, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആകട്ടെ, വരും ദിവസങ്ങളിൽ ആനകൾക്കെല്ലാം തന്നെ സുഖചികിത്സ ആരംഭിക്കും. അതിന്റെ തുടക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇന്ന് 65-ലധികം ആനകളായിരിക്കും ഇന്ന് ആനയൂട്ടിൽ പങ്കെടുക്കുക. 7 പിടിയാനകളും ഇതിലുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതിന് മുന്നോടിയായുള്ള ഗണപതി ഹോമമാണ് നടക്കുന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. അത് പുലർച്ചെ തുടങ്ങിയ ചടങ്ങുകളാണ്. അത് അല്പസമയത്തിനകം അവസാനിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മിത, അതായത് സാധാരണ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനകൾ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ആനകൾ നെറ്റിപ്പട്ടവും ഒക്കെ കെട്ടിയെത്തുന്ന ആനകളെയാണ് കാണുന്നതെങ്കിൽ ആനയുടെ തനത് സൗന്ദര്യം, അതായത് ആ കറുപ്പ് അഴക് പ്രകടിപ്പിച്ചുകൊണ്ടെത്തുന്ന ആനകളാണ്. ഒരു സൗന്ദര്യവും തെല്ലും മറ്റ് നെറ്റിപ്പട്ടം ഒന്നും തന്നെ അണിയാതെ എത്തുന്ന ആനകൾ. ആ ആനകളെ കാണുന്നതിന് വേണ്ടിയാണ് എല്ലാവരും എത്തുന്നത്. എന്തായാലും 65-ഓളം ആനകൾ എത്തും എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം പറയുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ ചെറിയ പരിശോധനകളും എല്ലാം ആരോഗ്യസ്ഥിതി എല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആനകളെ പങ്കെടുപ്പിക്കുക. ഇന്ന് അവധി ദിനം കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളത് ദേവസ്വം കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം ഒരു 8:30-ക്കും 9 മണിയോടും അടുത്തായിരിക്കും ഈ ആനയൂട്ട് ആരംഭിക്കുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഇക്കുറി ഈ ആനയൂട്ടിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. ശരി സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. കോട്ടയം മീരയിൽ കടവിലുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ 21 മുതൽ ഓഗസ്റ്റ് 1 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ളവർ 21-ാം തീയതി രാവിലെ 10 മണിക്ക് ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യണം. കോട്ടയം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23-ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. SSLC അടിസ്ഥാന യോഗ്യതയാണ്. ട്യൂഷൻ ഫീ, ഭക്ഷണം, താമസം എന്നിവ സൗജന്യം. IHM സെന്ററുകളിൽ നേരിട്ടും ഓൺലൈനായും അപേക്ഷിക്കും. വയനാട് ജില്ലാ ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 27 രാവിലെ 9:30 പനമരം GHSS ഗ്രൗണ്ടിൽ നടക്കും. പങ്കെടുക്കുന്ന ടീമുകൾ ഈ മാസം 23 മുൻപ് രജിസ്റ്റർ ചെയ്യണം. തിരുവനന്തപുരം ജില്ലയിലെ കാവുകളുടെ സംരക്ഷണത്തിന് വനം വന്യജീവി വകുപ്പ് സാമ്പത്തിക സഹായം നൽകുന്നു. വ്യക്തികൾ, ദേവസ്വം ട്രസ്റ്റുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകൾക്കാണ് ധനസഹായം. താൽപര്യമുള്ളവർ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് മുൻപാകെ അപേക്ഷിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 30. മോർണിംഗ് ന്യൂസിലേക്ക് വീണ്ടും. ഇനി കായിക രംഗത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചുരുക്കത്തിൽ. ബാഴ്സലോണയുടെ 10-ാം നമ്പർ ജേഴ്സിയുടെ പുതിയ അവകാശിയായി ലമീൻ യമാൽ.
ലയണൽ മെസ്സിക്കും അൻസു ഫാറ്റിക്കും ശേഷമാണ് ലെമിൻ യമാലിലേക്ക് 10ാം നമ്പർ ജേഴ്സി എത്തുന്നത്. ത്രിരാഷ്ട്ര ട്വന്റി പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച ന്യൂസിലൻഡ് ജയം 21 റൺസിന്. ടിം റോബിൻസൺ കളിയിലെ താരം. ശ്രീലങ്കയ്ക്കെതിരായ 3ാം ട്വന്റിയിൽ ബംഗ്ലാദേശിന് 8 വിക്കറ്റിന്റെ ജയത്തോടെ പരമ്പര സ്വന്തമാക്കി ബംഗ്ലാദേശ്. മഹദി ഹസൻ കളിയിലെ താരം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 4 വിക്കറ്റിന്റെ ജയം. 259 റൺസ് വിജയലക്ഷ്യം 2 ഓവർ ശേഷിക്കെ മറികടന്നു. അത്ലറ്റിക്കോ മഡ്രിഡ് താരം റോഡ്രിഗോ ഡീപോൾ ഇന്റർ മിയാമിയിലേക്കെന്ന് റിപ്പോർട്ട്. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. അർജന്റീനിയൻ താരത്തെ ഇന്റർ മിയാമി സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നത് 4 വർഷത്തേക്ക്. കോഴിക്കോട് നഗരത്തിൽ 18 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഈ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടുകൂടി എരഞ്ഞിപ്പാലത്ത് വെച്ച 2 പേർ പിടിയിലാകുന്നത്. അവരുടെ പേരുകൾ ഇങ്ങനെയാണ്: അസ്രഫുൽ മാണ്ടൽ, അതുപോലെ തന്നെ മെഹദൂദ് മാണ്ടൽ എന്നിവരാണ് ഇത്തരത്തിൽ പിടിയിലായിട്ടുള്ളത്. ഇവരിൽ നിന്നും 18 കിലോ കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർ 2 പേരും വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ്. ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം ബാംഗ്ലൂർ വഴി മൈസൂരിലെത്തി അവിടെ നിന്നും ബസ്സിൽ കോഴിക്കോട് ഇത്തരത്തിൽ കഞ്ചാവ് എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. ഇവരുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇവരിൽ നിന്നും കൂടുതലായിട്ട് ഇത്തരത്തിൽ ലഹരി വാങ്ങാറുള്ളത് എന്നുള്ളതാണ് ഡാൻസ് ഓഫിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ഇവർ കഞ്ചാവ് വ്യാപകമായിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ 2 പേരും. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഇവർ വീണ്ടും ഇത്തരത്തിൽ കോഴിക്കോട്ടേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവർ ഡാൻസ് ഓഫിന്റെയും ഒപ്പം തന്നെ നടക്കാവ് പോലീസിന്റെയും പിടിയിലാകുന്നത്. ഇപ്പോൾ 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവരെ റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് ഇന്നലെ MDMA പിടിയിലായ റെയിൽവേ TT അഖിൽ ജോസഫിനെതിരെ ലഭിച്ചത് നിരവധി പരാതികൾ. യോദ്ധാവ് എന്ന പോലീസ് പോർട്ടലിലാണ് പരാതികൾ ലഭിച്ചത്. റെയിൽവേ മേഖലയിൽ അഖിലിന് ലഹരി ശൃംഖല ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഈ പലപ്പോഴും വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ള രീതിയിലാണ് ഈ റെയിൽവേയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവരാണ് കണ്ടുപിടിച്ച് അറിയിക്കേണ്ടതൊക്കെ തന്നെ. അവർ തന്നെ ഇത്തരം വലിയ ഗുരുതരമായ ലഹരി കേസുകളിൽ പെടുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ പറയുന്നത്. 10 വർഷമായി റെയിൽവേ TT ജോലി നോക്കുകയാണ് അഖിലിനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഡാൻസ് ഓഫ് സംഘം ബോൾഗാട്ടിയിൽ നിന്ന് പിടിച്ചത്. ഇയാളുടെ പക്കൽ നിന്ന് 3 ഗ്രാം MDMAയും 3.7 ഗ്രാം കഞ്ചാവ് ഓയിലും കണ്ടെടുത്തിരുന്നു. ഏറെ നാളായി ഡാൻസ് ഓഫിന് ഇയാളുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിരുന്നു. പോലീസിന്റെ യോദ്ധാവ് എന്ന പോർട്ടൽ വഴിയാണ് പരാതികൾ ലഭിച്ചത്. ആ പരാതിക്ക് പിന്നാലെയാണ് ഇയാളെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയത്. നേരത്തെ ഒരു വട്ടം ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഇയാളുടെ പക്കൽ നിന്ന് ലഹരിയൊന്നും ലഭിച്ചിരുന്നില്ല. പോലീസ് തന്നെ ഇയാളോട് പറഞ്ഞിരുന്നു ഇത്തരം കേസുകളിൽ ഉൾപ്പെടരുന്നത്. പക്ഷേ പിന്നീട് ഇന്നലെ വീണ്ടും ഇയാളെ പിടികൂടി ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. അഖിലിന് കോയമ്പത്തൂർ എറണാകുളം റൂട്ടിലാണ് അഖിലിന് ജോലി. അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് അടക്കം കൊണ്ടുവരുന്ന ലഹരി ട്രെയിൻ മാർഗം കടത്തിയിട്ടുണ്ടെന്ന സംശയം പോലീസിന് ഉണ്ട്. ഈ ഉപയോഗം മാത്രമല്ല വിൽപ്പനയും ഉണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. ഒപ്പം ഈ റെയിൽവേ മേഖല കേന്ദ്രീകരിച്ച് അഖിലിനൊരു ശൃംഖല, ഈ ലഹരി ശൃംഖല ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അഖിൽ ഉള്ളത് മുളവുകാട് പോലീസിലാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫ് യൂണിറ്റ് 4 അഖിലിനെ പിടികൂടിയത്. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയിൽ അധികാര വടംവലി തുടരുന്നു. വിവാദങ്ങൾ തുടരുന്നതിനിടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്കെതിരെ തുടർ നീക്കവുമായി രംഗത്തെത്തി. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ ഒഴിവാക്കിയിരുന്നു. ഓൺലൈനായാണ് യോഗം ചേർന്നത്. 2 ആഴ്ചയിലേറെയായി VC സർവകലാശാലയിൽ എത്തിയില്ല എന്ന വിമർശനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കടുപ്പിച്ചതോടെയാണ് പുതിയ നീക്കം. കേരള സർവകലാശാലയിലെ വിഷയങ്ങളിൽ ചാൻസലറായ ഗവർണർ ഇതുവരെ ഇടപെടാത്തത് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടിയാണ്.
താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ സുപ്രീം കോടതിയെ ഉടൻ സമീപിക്കും. ഡൽഹിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം ഹർജി നൽകും എന്നാണ് സൂചന. താൽക്കാലിക VC നിയമനങ്ങൾക്ക് UGC ചട്ടം ബാധകമല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലെ പരാമർശമായിരിക്കും ഗവർണർ ചോദ്യം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. UAE-യിലെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചികയുടെ മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണം എന്ന ആവശ്യത്തിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെ കോടതി കക്ഷി ചേർത്തിരുന്നു. എംബസിയും വിഷയത്തിൽ ഇന്ന് കോടതിയെ നിലപാടറിയിക്കും. നിലവിൽ മൃതദേഹം തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിഭഞ്ചികയുടെ അമ്മയുടെ സഹോദരിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ പുതിയ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം വൈകിയേക്കും. ഗവർണർ തിങ്കളാഴ്ച തിരിച്ചെത്തിയതിനു ശേഷമാകും തീരുമാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് 3 പേർ വീതമുള്ള പട്ടികയാണ് സർക്കാർ കൈമാറിയത്. അതിനിടെ ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. കൂടുതൽ നിയമോപദേശം തേടിയ ശേഷമാകും അപ്പീൽ നൽകുന്നതിൽ തീരുമാനം ഉണ്ടാവുക. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സർവകലാശാലകളിൽ നിലനിൽക്കുന്ന ഭരണസ്തംഭനം യോഗത്തിൽ ചർച്ചയായേക്കും. ഗവർണറുമായി സമവായമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കണം എന്ന നിർദ്ദേശത്തിലും ചർച്ച നടന്നേക്കും. മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് ഇന്നത്തേത്. രാവിലെ 9:30 നേരിട്ടാണ് ഇത്തവണത്തെ മന്ത്രിസഭാ യോഗം. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു.